Children, today we will learn about map and directions. Okay, നിങ്ങൾ എല്ലാവരും മാപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. ഇന്ത്യ മാപ്പ്, കേരള മാപ്പ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ? So we will see what is a map and what are the directions. Okay, so നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോ എന്താണ് നമ്മള് അറിയാൻ മേലാത്ത സ്ഥലത്തേക്ക് പോകുമ്പോ എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്? ആൾക്കാരോട് ചോദിച്ച് ഡയറക്ഷൻസ് ചോദിച്ച് വഴി ചോദിച്ച് പോകും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഗൂഗിൾ മാപ്പ്, കാറിലൊക്കെ പോകുന്ന സമയത്ത് എന്താണ് ഗൂഗിൾ മാപ്പ്, അതിന്റെ ഹെൽപ്പോടുകൂടി വി ക്യാൻ റീച്ച് എ ഡെസ്റ്റിനേഷൻ അല്ലേ? സോ എന്താണ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, when we visit a new place we either ask for people for directions or check a route map. ഞാൻ ഇപ്പൊ പറഞ്ഞ മാതിരി നമ്മൾ ഒന്നെങ്കിൽ ആൾക്കാരോട് ചോദിച്ച് ഡയറക്ഷൻ ചോദിച്ചു പോകും, അല്ലെങ്കിൽ എന്താണ് നമ്മള് മാപ്പ് നോക്കിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് ഈസി ടു ലൊക്കേറ്റ് ഡിഫറെന്റ് പ്ലേസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മാപ്പ് അല്ലെ? മാപ്പ് നോക്കുന്ന വഴി നമുക്ക് എന്താണ് പല സ്ഥലങ്ങള് നമുക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? So what do you mean by a map? A map is a drawing of an area on a flat surface such as paper, which shows the location of different places using symbols, directions and a scale. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മാപ്പുകൾ കണ്ടിട്ടില്ലേ? യെസ്, ഹിയർ യു ക്യാൻ സീ വൺ മാപ്പ്. ഇതൊരു നമ്മുടെ ഇന്ത്യയുടെ മാപ്പാണ് അല്ലേ? സോ ഇതിനകത്ത് നമ്മുടെ ഇന്ത്യ വരച്ചിരിക്കുകയാണ് അല്ലേ? സോ എങ്ങനെയാണ് this is the what you mean by map is a drawing of an area അല്ലേ? ഇതൊരു നമ്മുടെ ഇന്ത്യയാണ്, ഇന്ത്യയുടെ ഒരു ഡ്രോയിങ് ആണ് അല്ലേ? സോ എവിടെയാണ് വരച്ചിരിക്കുന്നത്? ഇൻ എ പേപ്പർ, ഓൺ എ ഫ്ലാറ്റ് സർഫേസ് സച്ച് ആസ് എ പേപ്പർ. സോ ഈ ഡ്രോയിങ് എവിടെയാണ് വരയ്ക്കുന്നത്? ഒരു പേപ്പറിൽ. സോ ഇറ്റ് ഈസ് എ ഡ്രോയിങ് ഓഫ് ആൻ ഏരിയ ഓൺ എ ഫ്ലാറ്റ് സർഫേസ് ലൈക്ക് പേപ്പർ. ഓക്കെ, പിന്നെ എന്താണ്? വിച്ച് ഷോസ് ദ ലൊക്കേഷൻ ഓഫ് ഡിഫറെന്റ് പ്ലേസസ് യൂസിങ് സിംബൽസ് അല്ലെ? നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം എന്താണ്, നമുക്ക് ഇവിടെ ഓരോരോ, അതായത് പല കളറില് കൊടുത്തിട്ടുണ്ട് അല്ലെ? നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഏറ്റവും താഴെയാണ് വരിക അല്ലെ? സോ ഇവിടെ ഇങ്ങനെ ബൗണ്ടറി ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? അതിനകത്ത് കേരളത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സിംബൽസ് കാണും, അതായത് ഓരോരോ സ്ഥലങ്ങൾക്ക് ഓരോ സിംബൽ, അല്ലെങ്കിൽ ടെമ്പിൾ, മോസ്ക്, ചർച്ച്, ഇതൊക്കെ ഇങ്ങനെ ഓരോരോ സിംബൽ വഴിയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിനകത്ത് നമ്മുടെ ഫോർ എക്സാമ്പിൾ കേരളം പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി, എറണാകുളത്തിന്റെ ഒരു ബൗണ്ടറിയിൽ എറണാകുളം മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്തുള്ള പല ഏരിയ പല സിംബൽ കൊടുത്തിട്ട്, സ്കൂൾ ഉണ്ടെങ്കിൽ സ്കൂളിന് ഒരു സിംബൽ കാണും, ചർച്ചിന് ഒരു സിംബൽ കാണും, അതുപോലെ എന്താണ് റിവറിന് ഒരു സിംബൽ കാണും. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ കളറിൽ കാണുന്നുണ്ടല്ലേ, ഈ ഏരിയ മുഴുവൻ എന്താണ്? ഓഷ്യൻ ആണ് അല്ലെ? ഈ മാപ്പിനകത്ത് ഈ എൻറ്റയർ ഈ ബ്ലൂ കളറിൽ കാണുന്ന കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ദീസ് ആർ ഓഷ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു സർഫസ് ആണ് എന്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ബൗണ്ടറി ആണ് ഇങ്ങനെ പോകുന്നത് അല്ലെ? അതിനകത്ത് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം ഈ ഒരു ഏരിയയിലായിട്ട് വരും. കേരളത്തിനകത്ത് തന്നെ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ ബൗണ്ടറി, കേരളം, പിന്നെ എറണാകുളം, ട്രിവാൻഡ്രം, കോഴിക്കോട്, അങ്ങനെ ഓരോ ബൗണ്ടറിയിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. സോ അതിനകത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് എന്താണ്, എറണാകുളത്ത് തന്നെ പല സ്ഥലങ്ങള്, ലൈക്ക് ഞാൻ പറഞ്ഞ മാതിരി സ്കൂള്, ചർച്ച്, അല്ലെങ്കിൽ റിവർ, അങ്ങനെയൊക്കെ ഓരോരോ സിമ്പിൾ നമുക്ക് ആ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം ആ ഏരിയയിൽ എന്താ ഉണ്ടാവുക. സ്കൂൾ ഉണ്ടെങ്കിൽ സ്കൂൾ നമുക്ക് ഒരു സിമ്പിൾ കാണും അല്ലെ? നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഏരിയയിൽ എന്തൊക്കെ ഉണ്ടെന്നുണ്ട്. സോ പിന്നെ എന്താണ് ഉണ്ടാവുക? സിമ്പിൾസ് ഉണ്ടാവും, പിന്നെ ഡിറക്ഷൻസ് ഉണ്ടാവും അല്ലെ? സോ എന്താണ്, നോർത്ത് ആണോ, സൗത്ത് ആണോ, ഈസ്റ്റ് ആണോ, വെസ്റ്റ് ആണോ അല്ലെ? ഏത് ഡയറക്ഷൻസ് ഉണ്ടാവും. പിന്നെ എന്താണ്, സ്കെയിൽ ഉണ്ടാവും. വാട്ട് യു മീൻ ബൈ സ്കെയിൽ? സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഐ എക്സ്പ്ലെയിൻ ടു യു. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ് മീ ഫിനിഷ് ദിസ് മാപ്പ്. വാട്ട് ഈസ് എ മാപ്പ്? സോ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡ്രോയിങ് ഓഫ് ആൻ ഏരിയ അല്ലെ?
Drawing of an area on a flat surface like a paper. So drawing of an area on a flat surface like paper. Okay, which shows the location of different places. Which shows the Kerala ഇവിടെ ഉണ്ട്, തമിഴ്നാട് ഇവിടെ ഉണ്ട്, Delhi ഇവിടെ ആയിരിക്കും. So it shows the location of different places. പിന്നെന്താണ്? Using symbols, directions and scale. So this is called what? A map. Okay. Maps are much smaller representation of the actual size of the area on the ground. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമുക്കിപ്പം എന്താണ് നമ്മൾ കാണുന്ന വലുപ്പത്തിൽ, അതായത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ് അല്ലെ, ആ ഒരു വലുപ്പത്തിൽ നമുക്ക് മാപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. സോ എന്താണ്, ആക്ച്വലി നമ്മൾ കാണുന്ന കേരളത്തിന്റെ വലുപ്പത്തിന്റെ ഒരു സ്മോളർ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ മാപ്പിൽ കാണുന്നത്. അല്ലാതെ മൊത്തം കേരളത്തിലുള്ള സ്ഥലം മുഴുവൻ നമുക്ക് മാപ്പിൽ വരയ്ക്കാൻ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ അല്ലേ. സോ ഒരു എന്താണ്, സ്മോളർ റെപ്രസെന്റേഷൻ ഓഫ് ദ ആക്ച്വൽ സൈസ് ഓഫ് ദ ഏരിയ ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലുള്ളതിന്റെ ഒരു സ്മോളർ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ മാപ്പിൽ കാണിക്കുക. സോ വാട്ട് യു മീൻ ബൈ എ സ്കെയിൽ? എ സ്കെയിൽ ഓൺ എ മാപ്പ് represents the relationship between the distance on the map and the ground. So നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാപ്പ് എടുത്ത് നോക്കുമ്പോ താഴെയായിട്ട് this is a map. അതിന്റെ മാപ്പിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു സിമ്പൽ കണ്ടിട്ടുണ്ടാവും. This is called what? Scale. So ഒരു സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ മാപ്പിന്റെ സ്കെയിൽ എത്രയാണ്. സ്കെയിൽ, വാട്ട് യു മീൻ ബൈ സ്കെയിൽ? ഇപ്പൊ ഈ ഒരു സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്താണ്, 1 inch ഈസ് ഈക്വൽ ടു 1 mile. സോ വാട്ട് യു മീൻ ബൈ ദാറ്റ്? സോ നമ്മുടെ മാപ്പിലുള്ള 1 ഇഞ്ച് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ടിലുള്ള 1 മൈലിന് ഈക്വലന്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടീച്ചർ താമസിക്കുന്ന ഏരിയ, മൊത്തം ഏരിയ എന്താണ്, 1 മൈല് വരും. അത്ര ഏരിയക്ക് 1 മൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സോ ആ മൈലിനെ നമ്മുടെ മാപ്പിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, 1 ഇഞ്ചിലാണ്. അപ്പൊ നമ്മൾ പഠിച്ചു ആക്ച്വൽ ഗ്രൗണ്ടിന്റെ ഒരു സ്മോളർ റെപ്രസെന്റേഷൻ ആണ് മാപ്പ് എന്ന് പറയുന്നത്. സോ 1 മൈൽ ദൂരമുള്ള ഒരു സ്ഥലം മാപ്പിൽ വരുമ്പോ എത്രയാവും, 1 ഇഞ്ചാവും. സോ നമ്മൾ മാപ്പ് നോക്കുമ്പോൾ 1 ഇഞ്ച് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആക്ച്വലാ നമ്മുടെ ഗ്രൗണ്ടിൽ വരുമ്പോ എത്ര വരും, 1 മൈലാണ്. സോ അങ്ങനെയാണ് ഓരോ മാപ്പിനും ഓരോരോ സ്കെയിലാണ് ഓരോ മാപ്പും ഉണ്ടാക്കുന്നത്. സോ അടുത്ത ഒരു സ്കെയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്നുണ്ട് എന്താണ്, 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ. സോ ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് ഫോർ എക്സാമ്പിൾ പാർവതിയുടെ വീട് വരെ എന്താണ് 1 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ സോ ആ കിലോമീറ്റർ ദൂരം മാപ്പിൽ വരുമ്പോ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, 1 സെന്റിമീറ്റർ ആയിട്ടാണ്. ഓക്കെ, നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് പാർവതിയുടെ വീട് വരെ 1 സെന്റിമീറ്ററേ കാണുള്ളൂ. പക്ഷെ ആക്ച്വലാ ഗ്രൗണ്ട് നോക്കുമ്പോ എത്ര ഉണ്ടാവും, 1 കിലോമീറ്റർ ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു മാപ്പിന്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ. അതായത് ഒരു മാപ്പിലുള്ള 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഗ്രൗണ്ടില് 1 കിലോമീറ്റർ ആണ്. സോ ദിസ് ഈസ് കോൾഡ് വാട്ട്, സ്കെയിൽ. സോ ഒരു മാപ്പിൽ എന്തൊക്കെ ഉണ്ടാവും, സിംബൽസ് ഉണ്ടാവും, ഡിറക്ഷൻസ് ഉണ്ടാവും, പിന്നെ എന്താണ്, സ്കെയിൽ ഉണ്ടാവും. സോ വാട്ട് യു മീൻ ബൈ ഡിറക്ഷൻ? നിങ്ങൾ ഇങ്ങനെ സിംബൽസ് കണ്ടിട്ടുണ്ടാവും അല്ലെ, ഈ ഒരു സിംബൽ കണ്ടിട്ടുണ്ടാവും, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സോ ദിസ് ഈസ് കോൾഡ് വാട്ട്, ഡിറക്ഷൻ. ഓക്കെ, സോ what do you mean by direction? നമ്മൾ നോക്കാൻ പോകുന്ന ഏതൊക്കെ ടൈപ്പ് ഡിറക്ഷൻസ് ഉണ്ട്. ഡിഫറെന്റ് സൈൻസ് ആൻഡ് സിംബൽസ് ആർ യൂസ്ഡ് ഇൻ എ മാപ്പ് to show different landforms, water bodies, places such as temples, churches, trees, rivers, and roads. These symbols can be different colors. So directions play a major role in helping us read a map. The main directions shown on a map are north, south, east, and west. ടീച്ചർ പറഞ്ഞ മാതിരി ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു എന്താണ് നമ്മുടെ മാപ്പിൽ എന്തൊക്കെ ഉണ്ടാവും, സിംബൽസ്, ഡിറക്ഷൻസ് ആൻഡ് സ്കെയിൽ. ഓക്കെ, സോ എന്തൊക്കെ സിംബൽസ് ആണ് ഉണ്ടാവുക, ഡിഫറെന്റ് സൈൻസ് ആൻഡ് സിംബൽസ് ആർ യൂസ്ഡ് ഇൻ എ മാപ്പ് ടു ഷോ ഡിഫറെന്റ് ലാൻഡ് ഫോംസ്
ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ചില ഏരിയയിൽ കാട് ഉണ്ടാവും, ചില ഏരിയയിൽ പ്ലെയിൻ ഏരിയ ആവും, ചിലയിടത്ത് മരുഭൂമി ഉണ്ടാവും അല്ലെ. സോ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്കും മാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ സിമ്പിൾസ് ആണ് ഉണ്ടാവുക. സോ നമുക്ക് പെട്ടെന്ന് നോക്കി അറിയാം ഒരു സ്ഥലത്ത് എന്താണ് ഉണ്ടാവുക. കാടാണോ? കാടൊക്കെ സാധാരണ ട്രീസ് ഒക്കെ ആണെങ്കിൽ പച്ച നിറത്തിലാണ് മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ അത് നമുക്ക് നോക്കുമ്പോഴേ കാണുമ്പോൾ അറിയാം അവിടെ ഒരു കാടുണ്ട്. ഒരു കേരളത്തിൽ ഒരു പർട്ടിക്കുലർ പാലക്കാടുള്ള ഒരു പ്രത്യേക ഏരിയയിൽ അവിടെ ഒരു കാടുണ്ട്. സോ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ പച്ച കളറിൽ അവിടെ ട്രീസിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. സോ മാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്താണ്? കാടാണ് ഉള്ളത്. പിന്നെ എന്താണ്? വാട്ടർ ബോഡീസ്. ഞാൻ പറഞ്ഞു ഈ മാപ്പിൽ ടീച്ചർ പറഞ്ഞു എന്താണ് ഇവിടെ കളർ കൊടുത്തിരിക്കുന്നത്? ഈ ബ്ലൂ കളറിൽ കാണുന്നത് മുഴുവൻ എന്താണ് പറഞ്ഞു? ഓഷ്യൻ ആണ്. സോ എവിടെയൊക്കെ ഓഷ്യൻ വരുമോ അവിടെയുള്ള ഏരിയ മുഴുവൻ എങ്ങനെയാണ്? ബ്ലൂ കളറിലാവും കൊടുത്തിട്ടുണ്ടാവുക മാപ്പിൽ. അതുപോലെ നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലൈൻ പോലെ ഇങ്ങനെ പോകുന്നത് അത് റിവർ ആണ് വരിക. ഓക്കെ, നമ്മുടെ ഇപ്പം കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ പല സ്ഥലത്ത് റിവർ ഉണ്ട്. സോ അതൊക്കെ ഇങ്ങനെ ബ്ലൂ ലൈനിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ബ്ലൂ കളറിൽ വരുന്നതെല്ലാം എന്താണ്? വാട്ടർ ബോഡീസ്, ഐദർ റിവർ, ഓഷ്യൻ. നിങ്ങൾ ഇവിടെ മാപ്പിൽ നോക്കി കഴിയാൻ അറിയാം മേജർ പോർഷൻ ഇവിടെ ബ്ലൂ കളറിലാണ്. അതൊക്കെ എന്താണ്? ദാറ്റ് ഈസ് ഓഷ്യൻ. ഓക്കെ, സോ സിമ്പിൾസ് വരുന്നത് ഡിഫറെന്റ് ലാൻഡ് ഫോംസിന്റെ സിമ്പിൾസ് വരും, വാട്ടർ ബോഡീസിന്റെ സിമ്പിൾസ് വരും. വാട്ടർ ബോഡീസിന് മെയിൻ ആയിട്ട് കളർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബ്ലൂ കളറിൽ വെള്ളം ഉള്ള ഏരിയ മുഴുവൻ ബ്ലൂ കളറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ടീച്ചർ പറഞ്ഞ മാതിരി എന്താണ്? ടെമ്പിൾസ്, ചർച്ചസ്, ട്രീസ്. ടെമ്പിൾസിനൊക്കെ ടെമ്പിളിന്റെ മേളിലുള്ള ഒരു ഗോപുരം പോലുള്ള ഒരു സിമ്പിളിലായിരിക്കും ടെമ്പിൾ ഉണ്ടാവുക. പിന്നെ ചർച്ചസിന് ഇങ്ങനെ ക്രോസ് കുരിശിന്റെ ഒരു സിമ്പിൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ റോഡ് ഇങ്ങനെ ഇങ്ങനെ വര പോലെ ഉണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഏത് ഏരിയയിൽ എന്താണ് ഉണ്ടാവുക നമുക്ക് പല പല സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദീസ് സിമ്പിൾസ് ക്യാൻ ബി ഇൻ ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ, ഓരോരോ സിമ്പിളും ഓരോരോ കളറിലാണ് ഉണ്ടാവുക. ടീച്ചർ ഞാൻ പറഞ്ഞ മാതിരി വെള്ളമുള്ള ഏരിയ മുഴുവൻ എന്താണ്? ബ്ലൂ കളറിലാണ് ഉണ്ടാവുക. അതുപോലെ ട്രീ ഉള്ള ഏരിയയിൽ എന്താണ്? പച്ച കളറിലാണ് ഉണ്ടാവുക. സോ അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ആ ഏരിയയിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, സോ അതുകൂടാതെ എന്താണ്? സിമ്പിൾസ് നമ്മൾ പഠിച്ചു, സ്കെയിൽ പഠിച്ചു. അതുകൂടാതെ എന്താണ് ഉണ്ടാവുന്ന? ഡിറക്ഷൻസ്. സോ 4 തരത്തിലുള്ള ഡയറക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഓക്കെ, സോ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എവിടെയാണ് ഡിറക്ഷൻ വരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഈസ്റ്റ് ഇസ് ദ ഡയറക്ഷൻ വേർ ദ സൺ റൈസസ്. സൂര്യൻ ഉദിക്കുന്ന ഡയറക്ഷനെയാണ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഈസ്റ്റ്, കിഴക്ക് ദിശ. ഓക്കെ, സോ അതിന്റെ നമ്മളിപ്പം രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എന്താണ്? സൂര്യന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സൂര്യൻ ആ ഒരു ഡയറക്ഷനിൽ ഉദിച്ചു വരികയാണ്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ ആ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഡയറക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈസ്റ്റ്. ഓക്കെ, സോ നമ്മൾ സൂര്യനെ നോക്കി നിൽക്കുന്നതിന്റെ നമ്മുടെ ബാക്ക് സൈഡ് വരുന്ന ഏതാണ്? വെസ്റ്റ്. സോ ഈസ്റ്റിന്റെ നേരെ ബാക്കിൽ വരുന്നത് ഏതാണ്? വെസ്റ്റ്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് നോർത്ത് ഡയറക്ഷൻ. ഓക്കെ, അതിനുശേഷം റൈറ്റ് സൈഡിൽ വരുന്നതാണ് സൗത്ത് ഡയറക്ഷൻ. സോ എങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻസ് ഡിസൈഡ് ചെയ്യുന്നത്? നമ്മള് സൂര്യന് അഭിമുഖമായിട്ട് രാവിലെ നിൽക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഡയറക്ഷനെയാണ് നമ്മൾ ഈസ്റ്റ് എന്ന് പറയുന്നത്. സോ സൂര്യനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ആ ഡയറക്ഷൻ ഈസ്റ്റ്. സോ നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് വെസ്റ്റ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എന്താണ്? നോർത്ത്, നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? സൗത്ത്. സോ ദീസ് ആർ ദ 4 directions: north, south, east and west. സോ നമ്മുടെ മാപ്പില് ഈ ഡിറക്ഷൻസും കാണും. സോ എന്തൊക്കെയാണ് ഒരു മാപ്പിൽ ഉണ്ടാവുക? സിംബൽസ്, പിന്നെന്താണ്? സ്കെയിൽ, പിന്നെ ഡിറക്ഷൻസ്. സോ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ ഓൾസോ. We have been playing for so long. Now I'm really hungry.
We have been playing for so long. Now I'm really hungry. Uncle, then why don't you go and buy a burger? Oh, it looks like you know nothing about the cardinal directions. Let's learn a few things about directions and maps so that you never have to face any north, south. You know that every day the sun rises and sets. Of course. The sun rises in the east direction and sets in the west. So, if you stretch out both your arms in a way that your left arm points towards the east, then your right arm will point to the west. Your face will be towards the north and your back to the south. That's so easy. Thanks, Jimmy. You are welcome, Jimmy, but you should know about maps too. Maps? Wow, great. Tell me, Jimmy. You know, any place on earth can be located on a map. Any continent, country, state, rivers, highways, oceans, lakes, sea, any place can be shown on a map. Wow, this looks beautiful. It is so colorful. I thought it would be black and white, boring stuff. Why is this map so colorful, Jenny? Different places on a map will be shown by a different color. Imagine, Jimmy, if this map is in the same color everywhere. It would be so tough to locate a particular continent. Oh, yes, you're right, Jenny. The countries and states, oceans, etc., are always in different colors. Can you show me Africa on this map, Jimmy? That's there in orange color. You're right, Jimmy. Different colors means different countries, states, etc. The cities are shown with the help of a dot and the capital are shown by a star. Some maps give us map keys to help us understand these different colors, lines that are given on the map. That's great, Ginny. It would make it easier for us to understand a map. Exactly. The water bodies like oceans, rivers, lakes are shown